ചില ലീഡർഷിപ്പ് ഡിസിഷൻസ് അവ ഇപ്പോഴത്തെ കോർപ്പറേറ്റ് വേൾഡിൽ വർക്ക് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ചില കോർപ്പറേറ്റ് ലീഡർഷിപ്പ് ഡിസിഷൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ലീഡേഴ്സ് പറയും പേഴ്സണാലിറ്റിയോ മൈൻഡ് സെറ്റോ ഒന്നും നോക്കാതെ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള വളരെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ മാത്രം നമുക്ക് ഹയർ ചെയ്താൽ മതി, അതായിരിക്കും നമ്മുടെ കമ്പനിക്ക് ഏറ്റവും നല്ലത് എന്ന് ചില ലീഡേഴ്സ് പറയാറുണ്ട്. അത് ശരിയാണോ? ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ് എന്ന് പറയുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. പുതിയ പുതിയ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യുവാനുള്ള കഴിവാണ്. ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുത്തുന്ന ഒരു വ്യക്തിയുടെ കഴിവാണ്, അവന്റെ പേഴ്സണാലിറ്റിയാണ്, അവന്റെ ആട്രിബ്യൂട്ട്സ് ആണ്. സ്കിൽസ് പലപ്പോഴും വെയിൻ ചെയ്യാം. ഇപ്പോഴുള്ള സ്കില്ലിന് നാളെ ചിലപ്പോൾ വാല്യൂ പോലും ഉണ്ടായെന്ന് വരില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാൻ സന്നദ്ധനായ അതിന് തക്കവണ്ണം കഴിവുള്ള ഒരു വ്യക്തിക്ക് ഏത് പുതിയ സ്കില്ലും പഠിച്ചെടുക്കാൻ കഴിയും എന്നുള്ള യാഥാർത്ഥ്യം. അപ്പോൾ പുതിയ സ്കിൽ പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയും അഡാപ്റ്റബിലിറ്റിയും ഈ പഠിച്ചെടുക്കുവാനുള്ള കഴിവും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹയർ ചെയ്യുകയാണെങ്കിൽ, ജോലിക്ക് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, പുതിയ സ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി പഠിച്ചുകൊള്ളും. അപ്പോൾ സ്കില്ലും അവിടെ ഉണ്ട്, പേഴ്സണാലിറ്റിയും ഉണ്ട്, അഡാപ്റ്റബിലിറ്റിയും ഉണ്ട്, കപ്പാസിറ്റിയും ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ഈ തീരുമാനത്തിലും ലീഡേഴ്സ് പലപ്പോഴും മിസ്റ്റേക്കുകൾ ചെയ്യാറുണ്ട്. ഈ ഷോർട്സിന്റെ പൂർണ്ണ രൂപമായ വീഡിയോ കാണുവാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.